എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദിത്യ ഹൃദയത്തെ പറ്റിയാണ്. ആദിത്യ ഹൃദയം ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു മന്ത്രമാണ്. മിക്ക ആളുകളും അത് ജപിക്കുന്നവരും ഉണ്ടാവാം. ആദിത്യ ഹൃദയം രാമന് അഗസ്ത്യമുനി ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളതാണ്. രാവണനോട് ഉള്ള ആ ഒരു യുദ്ധം ചെയ്യണ സമയമായപ്പോൾ രാവണൻ്റെ അടുത്ത് രാവണൻ്റെ ശക്തിയോട് പിടിച്ചു നിൽക്കാൻ കുറച്ചധികം പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ട്. കാരണം രാവണൻ അത്ര നിസ്സാരക്കാരനായിട്ടുള്ള ഒരാളല്ല. അദ്ദേഹം വലിയൊരു ശിവഭക്തനാണ്. അതുപോലെ തന്നെ കുറച്ചധികം വരങ്ങളും എല്ലാം നേടിയിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവണൻ്റെ മുന്നിൽ യുദ്ധം ചെയ്ത് ക്ഷീണിച്ച ഒരു സമയമുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആണ് അഗസ്ത്യൻ രാമന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ആദിത്യ ഹൃദയം. അപ്പോൾ തന്നെ അറിയാം, നമ്മുടെ ഒരു വിഷമസന്ധ്യയിൽ അത് ജപിച്ചാലും നമുക്കൊരു ഊർജം നൽകാനും എല്ലാം ഉപകരിക്കുന്ന രീതിയിലുള്ളൊരു മന്ത്രം ആണ് ഈ ആദിത്യ ഹൃദയം എന്ന് പറയുന്നത്. അതാണല്ലോ അഗസ്ത്യൻ രാമന് അത് ഉപദേശിച്ചു കൊടുത്തത് ആ ഒരു യുദ്ധ സമയത്ത്. ഇത് വാൽമീകി രാമായണത്തിൽ യുദ്ധകാണ്ഡത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്തോത്രമാണ് ആദിത്യ ഹൃദയം. സൂര്യദേവന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതും കൂടിയാണ് ആദിത്യ ഹൃദയം. ശത്രുക്ഷയം വരുത്തുന്നതിന് വളരെ നല്ലതാണ് ആദിത്യ ഹൃദയം ജപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഗസ്ത്യമുനി രാവണ യുദ്ധ സമയത്ത് ഇത് രാമനെ ഉപദേശിച്ചത്. രാമൻ തളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ആണ് ഇത് ഉപദേശിക്കുന്നത്. രാമൻ ഈ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും അത് ജപിക്കുകയും അതിൽ നിന്ന് രാമന് പുതിയൊരു ഊർജം ഉണ്ടാവുകയും ഒരു ശക്തി ഉണ്ടാവുകയും പൂർവാധികം ബലവാനാവുകയും ചെയ്ത് രാവണനായിട്ട് പിന്നെയും യുദ്ധത്തിന് ഇറങ്ങി അങ്ങനെ രാവണനെ വധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വളരെ വിശേഷപ്പെട്ട ഒരു മന്ത്രം കൂടിയാണ് ആദിത്യ ഹൃദയം എന്ന് പറയുന്നത്. ഈ ആദിത്യ ഹൃദയം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതം വളരെ എളുപ്പത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത്രയ്ക്കും ഒരു ശക്തിയുള്ള ഒരു മന്ത്രം തന്നെയാണ് ആദിത്യ ഹൃദയം. ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് ദേവതകളുണ്ട്, അങ്ങനെ പലരുടെയും മന്ത്രങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇന്നും സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒക്കെ കാണുന്നവരാണ്. എന്നിട്ടും നമ്മൾ സൂര്യദേവനെ വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അധികം ചെയ്യാത്ത ആളുകളായിരിക്കും അധികവും. ശരിക്കും രാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി ഒക്കെ സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നതാണ് അനുയോജ്യം. സൂര്യ നമസ്കാരവും എല്ലാം നമ്മൾ ആ ഒരു സമയത്താണ് ചെയ്യുന്നത്. ഉദിച്ചു വരുന്ന ആ ഒരു സമയത്ത് അത്രയും നല്ല ഒരു തേജസ്സിലും നല്ല ഒരു ചുമന്ന കളറിലും എല്ലാമാണ് സൂര്യൻ ഉദിച്ച് വരുന്നത്. ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു രാത്രി മുഴുവൻ ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന നമ്മളുടെ മനുഷ്യനായാലും എല്ലാ ജന്തുജാലങ്ങൾക്കാണെങ്കിലും ഒരു പുതിയൊരു ഊർജം നൽകിക്കൊണ്ടാണ് സൂര്യൻ ഉദിച്ചു വരുന്നത്. അപ്പോൾ അത്രയും പ്രാധാന്യം ഉള്ള ഒരു ആൾ തന്നെയാണ് സൂര്യദേവൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് വളരെ വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇത് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ജപിക്കരുത് എന്ന് പറയുന്നുണ്ട്. 12 മണിക്ക് ശേഷം പിന്നെ സൂര്യൻ അസ്തമയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ആദിത്യ ഹൃദയം ജപിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതിനു മുമ്പ് സമയം പോലെ എവർക്കും ജപിക്കാവുന്നതാണ്. ഞങ്ങളുടെ സൗകര്യപൂർവ്വം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. ഇനി സൂര്യൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാം. അതിലൊക്കെ നല്ലത് തന്നെ ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ. എണ്ണം അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഓരോരുത്തരുടെ സമയം അനുസരിച്ച് ഇന്ന എണ്ണം ജപിക്കണം അങ്ങനെയൊന്നും നിർബന്ധമൊന്നും ഇല്ല എന്നാണ്. ഞാൻ അങ്ങനെ എണ്ണം നോക്കി ജപിക്കുന്ന ഒരാളല്ല. എനിക്ക് എണ്ണത്തെക്കാൾ ഉപരി ഞാൻ അതിൽ കൊടുക്കുന്ന ശ്രദ്ധ, അതിൽ നമ്മുടെ മനസ്സ് എത്രത്തോളം നിൽക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ആ മന്ത്രത്തിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എണ്ണം നോക്കുമ്പോഴും ബുദ്ധിമുട്ടാണ്. എണ്ണത്തിൽ ശ്രദ്ധ കൂടുതലായിട്ട് പോകും. അതുകൊണ്ട് തന്നെ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എണ്ണം നോക്കാതെ ജപിക്കുന്നതാണ് നല്ലത്. 3 ഒരു നല്ല സംഖ്യയാണ്. 3 പ്രാവശ്യം ജപിക്കാം, 5 പ്രാവശ്യം ജപിക്കാം, ഒറ്റ സംഖ്യകളായിട്ട് ജപിക്കാം, അങ്ങനെ ജപിക്കാം. പിന്നെ 12 തൊട്ട് ജപിക്കുന്നവരുണ്ട്, 21, 54 എണ്ണം, 108 എണ്ണം, 1008 എണ്ണം, അങ്ങനെ സമയത്തിനനുസരിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവരവരുടെ ഇഷ്ടപ്രകാരം ജപിക്കാം.
ഈ മന്ത്രം ദിവസവും ഒരു തവണ ജപിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ അജ്ഞതയും വിഷാദവും എല്ലാം അകന്ന് എല്ലാം മാറി ഹൃദയശുദ്ധി കൈവരുന്നതാണ്. അതുപോലെ തന്നെ ഇത് ജപിക്കുന്നത് വഴി ആപത്തിൽ നിന്ന് എല്ലാം നമുക്ക് രക്ഷ നേടാനും ശത്രുനാശത്തിനും ശത്രുക്ഷയം വരുത്താനും അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ നല്ലൊരു ഊർജം, ഇത് രാവിലെ ജപിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉള്ള ആ ഒരു ദിവസം മുഴുവൻ നമുക്ക് കിട്ടേണ്ട ഒരു ഊർജം അതെല്ലാം സൂര്യദേവൻ നമുക്ക് പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ ഇത് ജപിക്കുന്നത് സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കുന്നതിനും വളരെ അനുയോജ്യമായൊരു മന്ത്രം തന്നെയാണിത്. ശത്രുനാശത്തിന് വേണ്ടിയിട്ടും നമുക്ക് ആപത്തിൽ നിന്ന് രക്ഷ കിട്ടാനും വേണ്ടി മാത്രമല്ല ഇത് ജപിക്കുന്നത്. ഇത് ജപിക്കുന്നത് കൊണ്ട് നിത്യേന ജീവിതത്തിൽ ഇത് നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു നല്ല ഗുണങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും അതെല്ലാം നമ്മളിലേക്ക് വരും എന്നാണ് പറയുന്നത്. അത്രയും ശക്തിയുള്ള ഒരു മന്ത്രം തന്നെയാണ് ആദിത്യ ഹൃദയം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദിത്യ ഹൃദയം ഞാനിവിടെ വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ പറയുന്ന മന്ത്രങ്ങൾ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും എഴുതി കൊടുക്കുന്നതാണ്. പഴയ വീഡിയോസിൽ ഞാൻ ചിലപ്പോൾ എഴുതി കൊടുത്തിട്ടുണ്ടാവില്ല. പുതിയതായിട്ട് ചെയ്യുന്ന വീഡിയോകളുടെ ഡിസ്ക്രിപ്ഷനിലെല്ലാം എഴുതി കൊടുക്കുന്നതാണ്. അത് വേണ്ടവർക്ക് അത് നോക്കിയിട്ട് എഴുതി വയ്ക്കുകയോ അത് നോക്കി ജപിക്കുകയോ എന്താ വെച്ചാൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ മന്ത്രജപത്തിലൂടെ സൂര്യഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ഉണർവും ഊർജവും എല്ലാം നേരിടാനുള്ള ഒരു ശക്തിയും സർവാഭീഷ്ടങ്ങളും ഭഗവാൻ സാധിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആദിത്യ ഹൃദയ മന്ത്രം കേൾക്കാം. സന്താപനാശകരായ നമോ നമഃ, അന്ധകാരാന്ധകരായ നമോ നമഃ, ചിന്താമണി ചിതാനന്ദായ തേ നമഃ, നീഹാരനാശകരായ നമോ നമഃ, മോഹവിനാശകരായ നമോ നമഃ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമദാം കാന്തിരൂപായ തേ നമഃ, സ്ഥാവരജംഗമാചാര്യായ തേ നമഃ, ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമഃ, സത്യപ്രധാനായ തത്വായ തേ നമഃ, സത്യസ്വരൂപായ നിത്യം നമോ നമഃ. സന്താപനാശകരായ നമോ നമഃ, അന്ധകാരാന്ധകരായ നമോ നമഃ, ചിന്താമണി ചിതാനന്ദായ തേ നമഃ, നീഹാരനാശകരായ നമോ നമഃ, മോഹവിനാശകരായ നമോ നമഃ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമദാം കാന്തിരൂപായ തേ നമഃ, സ്ഥാവരജംഗമാചാര്യായ തേ നമഃ, ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമഃ, സത്യപ്രധാനായ തത്വായ തേ നമഃ, സത്യസ്വരൂപായ നിത്യം നമോ നമഃ. സന്താപനാശകരായ നമോ നമഃ, അന്ധകാരാന്ധകരായ നമോ നമഃ, ചിന്താമണി ചിതാനന്ദായ തേ നമഃ, നീഹാരനാശകരായ നമോ നമഃ, മോഹവിനാശകരായ നമോ നമഃ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമദാം കാന്തിരൂപായ തേ നമഃ, സ്ഥാവരജംഗമാചാര്യായ തേ നമഃ, ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമഃ, സത്യപ്രധാനായ തത്വായ തേ നമഃ, സത്യസ്വരൂപായ നിത്യം നമോ നമഃ.